ബാഴ്സലോണയെ പറ്റിയും റിയൽ മാഡ്രിഡിനെ പറ്റിയും മാത്രം സംസാരിച്ചാൽ മതിയോ നമ്മൾ? കഴിഞ്ഞ 2-3 സീസണിലായിട്ട് യൂറോപ്പ് അടക്കി ഭരിക്കുന്ന ആ രാജാക്കന്മാരെ പറ്റി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ദാറ്റ്സ് PSG, പാരിസ് ആൻഡ് ജർമ്മൻ. കഴിഞ്ഞ 2 സീസണിൽ എല്ലാ പ്രമുഖ ടീമുകളും ചാമ്പ്യൻസ് ലീഗിൽ ഒരു ടീമിന് മുന്നിൽ മുട്ടുകുത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് PSG. ആഴ്സണൽ, ലിവർപൂൾ, ഇൻ്റർ മിലാൻ, ബയൺ മ്യൂണിക്ക് ഇങ്ങനെയുള്ള എല്ലാ ടീമുകളും PSG തോറ്റിട്ടേ ഉള്ളൂ. PSG വലിയ ട്രാൻസ്ഫറുകളൊന്നും ഈ ഒരു സീസണിൽ വേണ്ടിയിട്ട് നടത്തിയിട്ടില്ല. ബട്ട് PSG സ്റ്റിൽ വൺ ഓഫ് ദി സ്ട്രോങ് ടീം ഇൻ യൂറോപ്പ് അറ്റ് പ്രസൻറ്റ്. എന്നാലും PSG 2 പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാൻ നോട്ടമിട്ടിട്ടുണ്ട്. ഒന്ന് അയാക്സിൻ്റെ പ്ലെയറാണ്, മിഖ ഗോഡ്സ്. ഈ ഒരു പ്ലെയർ അത്രത്തോളം പോപ്പുലർ ആണോ എന്നെനിക്കറിയില്ല, കാരണം അയാക്സ് നമ്മൾ ഫോളോ ചെയ്യാത്തൊരു ലീഗിലാണ് കളിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്ലെയർ ഒരു രക്ഷയില്ലാത്ത കളിയാണ്. ഒരു പെർഫെക്റ്റ് വിങ്ങറായിട്ട് കളിക്കാൻ പറ്റിയ ഒരു പ്ലെയറാണ്. അജാതി സ്കില്ലാണ് ഈ പ്ലെയറിനുള്ളത്. നിങ്ങൾ ആ ഒരു വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അടിപൊളി പ്ലെയറാണ്. PSG ഇപ്പോൾ തന്നെ നല്ലൊരു വിങ്ങറുണ്ട്, കവറസ്കേലിയ. അതിന് പുറമെ ഒരു വിങ്ങർ കൂടി ഈ ഒരു ടീമിൽ ജോയിൻ ചെയ്യുമ്പം അത് എത്രത്തോളം അറ്റാക്കിനെ സ്ട്രോങ് ആക്കുന്നു നമുക്ക് നോക്കാം. ഇനി PSG രണ്ടാമത്തെ സൈനിങ് ആവാൻ ചാൻസ് ഉള്ളത് സുസൂക്കിയാണ്. ഈ വേൾഡ് കപ്പിൽ നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു പേരാണ് സുസൂക്കി. ജപ്പാൻ്റെ ഗോൾ കീപ്പറാണ്. അതും ഇനി നടക്കോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ഈ ഒരു പ്ലെയേഴ്സിനെ PSG സൈൻ ചെയ്താലും ഇല്ലെങ്കിലും PSG കാണിക്കാനുള്ളത് കാണിക്കും. ഇനി ഓവറോൾ ആയിട്ടുള്ള ആ ഒരു ടീമിനെ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഫോർവേഡ്സിൽ കവറസ്കേലിയ, ഡംബലെ, ദെൻ ഡൂ ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് അടങ്ങുന്ന ആ ഒരു അറ്റാക്കിങ്. ദെൻ മിഡ്ഫീൽഡിൽ വിറ്റിന്യ ആൻഡ് ഫാബിയൻ റൂയിസ്. ദെൻ ബാക്ക് എടുത്ത് നോക്കുമ്പോൾ മാർക്കിന്യൂസ്, ന്യൂനോ മെൻഡിസ്, ഹക്കീമി ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് അടങ്ങുന്ന ബാക്കാണ് PSG എന്തായാലും PSG ഈ സീസണിലും രണ്ടും കൽപ്പിച്ചാണ്. ചാമ്പ്യൻസ് ലീഗ് അടിക്കില്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ലൂയിസ് എൻറിക്. ആ ഒരു കോച്ചിലുള്ള വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് 2 സീസണിലായിട്ട് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ.